നമ്മുടെ ഒരു വില്ല പ്രോജക്റ്റിനകത്ത് ടോട്ടലായിട്ട് 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. നമുക്കിത് പ്രമാണത്തിൽ 4 ആണെന്നുണ്ടെങ്കിലും എനിക്ക് കണ്ടിട്ട് അളവിൽ കുറച്ചുകൂടെ കൂടുതലുണ്ട്. ആ സൈഡിൽ ഇതൊരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ അളവിൽ എങ്ങനെയായാലും ചിലപ്പോൾ എനിക്ക് ഒരു 4.5 സെൻറ്റിനടുത്ത് സ്ഥലം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം പേയാടിന് സമീപമാണ്. പേയാട് നിന്ന് വിളപ്പിശാല റൂട്ടിലേക്ക് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ കാട്ടുവിള എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് വില്ല പ്രോജക്ട്സ് ആണ്. SFSൻ്റെയും സ്കൈ വില്ലാസും അങ്ങനെ പറഞ്ഞ് ഒത്തിരിയധികം വില്ല പ്രോജക്ട്സ് കാണാം. അവിടെയുള്ള പ്രവാസി നക്ഷത്ര എന്ന് പറഞ്ഞ് മിഥുൻ മാർക്കോസ് ബിൽഡേഴ്സിൻ്റെ ഒരു പ്രോജക്റ്റ് കാണാം. അതിനകത്ത് വില്ല നമ്പർ 33 ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ഏകദേശം 10 വർഷം മാത്രം പഴക്കമുള്ള അധികമായിട്ട് ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വില്ലയാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ ഉടമ വന്നിട്ട് പുറത്താണ്. അദ്ദേഹം മകൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ടാണ്. പക്ഷേ ആരും ഇവിടേക്ക് വന്ന് താമസിച്ചിട്ടില്ല. അപ്പം വീട് അടഞ്ഞു കിടക്കുമായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് പെയിൻറ്റ് ചെയ്ത്, അതായത് റെനോവേറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതിന് ചുറ്റോട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 4 സെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം സാധാരണഗതിയിൽ കിട്ടത്തില്ല. ഇതായി ഇങ്ങനെ വന്നിട്ട് നമുക്കൊരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ സ്ഥലം കിട്ടുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൻ്റെ മെയിൻ ഗേറ്റ് വഴി അല്ലാണ്ടും പിൻവശത്തുള്ള റോഡിലൂടെയും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ആക്സസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതായത് നിങ്ങളിതിൽ താമസിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആക്സസ് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ഗേറ്റ് തുറന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുന്ന രീതിയിലാണ് വീടുള്ളത്. നമുക്കിതിനകത്ത് ഫുൾ ടൈം സെക്യൂരിറ്റി സർവീസും അല്ലാണ്ട് വരുന്ന കോമൺ അമിറ്റീസും എല്ലാം നിങ്ങൾക്ക് തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മുൻവശത്തുള്ള വാതിൽ, അതിൻ്റെ കട്ടള ഇതെല്ലാം വരുന്നത് തേക്കിൻ തടിയിലാണ്. നേരെ കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസിലേക്ക് വരും. ഈ ഭാഗത്തായിട്ടൊരു ഡൈനിങ് ഏരിയ വരും. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിലെല്ലാം ഈ കാണുന്നത് പോലെ മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പിൻവശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സാധാരണഗതിയിൽ 4 സെൻറ്റ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം കിട്ടത്തില്ല. ഇത് നമുക്ക് കുറച്ച് സ്ഥലം നല്ലതുപോലെ കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഈ ചിമ്മിനിയും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ അതുപോലെ നമുക്കൊരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി 3 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഗസ്റ്റിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു കോമൺ ബാത്റൂം പ്രയോജനപ്പെടുത്താം. പിന്നെ ഈ അലമാരയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഇത്തിരി ഒന്ന് ചീത്തയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ വെച്ചാൽ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇതങ്ങ് പോകത്തില്ല. അങ്ങനെ ആയതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. മേളത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമുകളും കൂടെ കാണേ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ചെറിയൊരു കോമൺ സ്പേസ്, ഇവിടെ ആയിട്ടൊരു പൂജാമുറി, ഇവിടെയും നമുക്കൊരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ടോ ഉപയോഗപ്പെടുത്താം. ശരിക്കും ഇതിനെ അടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ബെഡ്റൂമായിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. നമുക്കിതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. നമുക്ക് ഈ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൂടെ കാണാൻ സാധിക്കും. നമുക്ക് വീണ്ടും മുൻവശത്തേക്ക് നല്ലൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ശരിക്കും ആ ബാൽക്കണി സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്കാണ് ഇറങ്ങാൻ സാധിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വിഷ്വലേ. മിക്കവാറും എല്ലാ വില്ലാസിലും ആൾക്കാർ താമസമുണ്ട് കേട്ടോ. ഇതിലെല്ലാം ആൾക്കാർ താമസമുണ്ട്. പിന്നെ നമുക്കിവിടെ 24 hours സെക്യൂരിറ്റി സർവീസ് ആ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രമാണ്. നല്ലൊരു പ്രൈസ് അല്ലേ? എങ്ങനെ വെച്ചാൽ ഏകദേശം 4.5 സെൻറ്റ് മേളിലേക്ക് വരുന്ന സ്ഥലം തന്നെയുണ്ട്. 1500 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച നല്ലൊരു വീടാണ്. ഇന്നിപ്പം നമ്മൾ പുതിയൊരു ഇഷ്ടികയിൽ ഇപ്പോൾ ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി സ്ട്രക്ചറിൻ്റെ റേറ്റ് തന്നെ വരുമ്പോൾ 2500 2800 റേഞ്ചിലേക്ക് പ്രൈസ് പോകാറുണ്ട്. അത് പോയിട്ട് ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ പുറത്തുള്ള ഇൻ്റർലോക്കിൻ്റെ വർക്കായാലും മതിലായാലും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് ഞാൻ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു പ്രൈസാണ്. നമ്മുടെ പേയാട് ജംഗ്ഷന് വളരെയേറെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വില്ല കമ്മ്യൂണിറ്റി ഉള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.